നൂറ വാ തുറക്കുന്നില്ല എന്നതായിരുന്നു ബിഗ് ബോസ് വീട്ടിലെ പലരുടെയും പരാതി. നൂറ വാ തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഒറ്റ ഒരെണ്ണത്തിന് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നാണ് ഓരോ ദിവസവും തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി ഉണ്ടായിരുന്ന ഗംഭീരമായ പ്രകടനങ്ങൾക്ക് ശേഷം ഇന്ന് വീണ്ടും നെവിനെയും അതുപോലെ നമ്മുടെ രന ഫാത്തിമയും ലൈവില് തേച്ചൊട്ടിക്കുന്നുണ്ട് നൂറ. ഒരു രക്ഷയുമില്ല കേട്ടോ. നൂറേരുടെ അടുത്ത് പ്രൊവോക്കിംഗ് പരിപാടിയും കൊണ്ടൊന്നും പോയാൽ നടക്കൂല എന്നും മാത്രമല്ല, തിരിച്ച് പ്രൊവോക്ക് ചെയ്ത് ഒടിച്ച് മടക്കിയെടുത്ത് വെളിയിലിടാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് നൂറ. എനിക്ക് തോന്നുന്നു ബിഗ് ബോസിനകത്ത് ഇപ്പോൾ നിൽക്കുന്നതിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ട് സംസാരിച്ച് നിൽക്കാൻ പറ്റുന്ന കണ്ടസ്റ്റന്റ് ഒരു പക്ഷേ നൂറയാണ്. ആദിലേക്കാൾ ഒരു പടി മുകളിലാണ് നൂറ എന്ന് എനിക്ക് തോന്നുന്നു. ആദില വളരെ സ്ട്രോങ് ആണ്, നന്നായിട്ട് സംസാരിക്കാൻ അറിയാം. ആദില കൂടുതലും തഗ്ഗടിക്കുന്ന പോയിന്റ്സ് എടുത്തടിച്ച് ആൾക്കാരെ പറഞ്ഞു ഒതുക്കുന്ന ഒരാളാണെങ്കിൽ നൂറ അത് മാത്രമല്ല, വേറെ ലെവൽ പ്രൊവോക്കിംഗ് ആണ്. ഒറ്റയ്ക്കാണ് കേട്ടോ. ഒറ്റയ്ക്ക് നിന്ന് വേണമെങ്കിൽ 3, 4, 5 ആൾക്കാർ വന്നാലും ഒറ്റയ്ക്ക് കട്ടയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് നൂറ. ഈ റെന ഫാത്തിമയാണെങ്കിൽ എന്ത് ചെയ്യുന്ന അറിയാമോ, ചുമ്മാ പോയി ചൊറിയും. നൂറ കയറി എടുത്ത് അങ്ങ് അലക്കുകയാണ് ചെയ്യുന്നത്. അതായത് സെർലാക്ക് അമ്മായി, മറ്റേ ജിസേൽ മാമി, എന്തൊക്കെയാണ് എൻ്റെ പൊന്നെ. നീ പോയി നിന്റെ ജിസേൽ മാമിയുടെ അടുത്ത് പറ, എൻ്റെ അടുത്ത് കളിക്കാൻ വരണ്ട. അതുപോലെ പിന്നെ നെവിൻ്റെ അടുത്ത്, എടാ നിന്നെ ഇവിടുന്ന് പ്രൊവോക്ക് ചെയ്ത് ഞങ്ങൾ ഇവിടുന്ന് പുറത്താക്കിയതല്ലേ, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അതുപോലെ ഞങ്ങൾ നീ പുറത്താക്കി കാണിക്ക്. ഇവിടുന്ന് വലിയ വീരവാദം പറഞ്ഞ് പുറത്ത് പോയിട്ട് കരഞ്ഞ് കാല് പിടിച്ചല്ലേടാ നീ ഇതിനകത്ത് തിരിച്ചു കയറി വന്ന്, നാണമുണ്ടോ നിനക്കെന്നൊക്കെ ചോദിച്ചിട്ട് എൻ്റെ പൊന്നെ ഒരു രക്ഷയുമില്ല. സീരിയസ്ലി ഒരു പക്കാ ബി മെറ്റീരിയലാണ്. ഇത്രയും നാൾ സൈലന്റ് ആയിട്ട് അവിടെ നൂറ ഇരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നത് ഓരോരുത്തരെയും എങ്ങനെ ഒതുക്കാമെന്ന് നന്നായിട്ടിരുന്ന് ഗവേഷണം നടത്തി പഠിച്ച് റെഡി ആയിട്ടാണ് നൂറ ബിഗ് ബോസിനകത്ത് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. എല്ലാവരും ഞാൻ നോട്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു, ഓരോരുത്തരും നൂറയുടെ അടുത്ത് ഫൈറ്റ് ചെയ്യാൻ അവിടെ പലർക്കും പേടിയാണ്. അത് ആ കണ്ടസ്റ്റന്റ് എത്രത്തോളം സ്ട്രോങ് ആണ്, അല്ലെങ്കിൽ അവരെ എത്രത്തോളം മറ്റുള്ളവർ സ്ട്രോങ് ആയി കാണുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം.